ഹലോ അസ്സാം വലൈക്കും. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഇന്ന് കോഴിക്കോട് പോകാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കോഴിക്കോട് പോക്ക് നാളേക്കാക്കി. ഞാനാണെങ്കിൽ പോവാ വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിരുന്നപ്പോൾ മനു പറഞ്ഞു എന്നാൽ ഏതായാലും നമുക്ക് പെരിന്തൽമണ്ണ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല മഴ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ മഴയില്ല കേട്ടോ. എന്താ അത്ഭുതം അല്ലേ. ഒരേ നാടാണെങ്കിലും ശരി, ഒരു ഭാഗത്ത് മഴ ഒരു ഭാഗത്ത് വെയിൽ. അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ എത്തി. മനു പറഞ്ഞേ ഒരു ഭാഗം തൊട്ട് അടുത്ത ഇതുവരെ നമുക്ക് എല്ലാ റെസ്റ്റോറൻറ്റും കയറി ഇറങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഓരോ റെസ്റ്റോറൻറ്റും നോക്കി അവസാനം ഞങ്ങൾ എവിടെ എത്തിയെന്നറിയോ? ക്ലബ് ഡൈൻ. ഇവിടെ ഞാൻ കയറിയിട്ടില്ലായിരുന്നു. ഇവിടെ മനു പോയിട്ടുണ്ടായിരുന്നു, കുഞ്ഞിക്കോഴിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗി കേട്ടോ റെസ്റ്റോറൻറ്റ് കാണാൻ. ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു മനു ചിക്കനും ബീഫൊന്നും വേണ്ട, എനിക്ക് മട്ടനോ ഫിഷോ ഉണ്ടെങ്കിൽ മതിയെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് മനു മുന്നിൽ പോണത്. നരകത്തിത്തെ കോഴി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില്ലിൽ. ഞാനീ ഷവായിക്ക് നരകത്തിത്തെ കോഴി എന്നറിയുക. നല്ല ഭംഗി ഓരോ ആംബിയൻസ് കാണുമ്പോഴേ എന്ത് രസമെന്നോ. അങ്ങനെ മനു പോയി അവിടെ ഫിഷും മട്ടനൊക്കെ ചോദിച്ചപ്പോഴേ അവിടെ ഇല്ല അത്രേ സംഭവം. വെറും ചിക്കനും ബീഫും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളവിടുന്ന് മൂഞ്ചി. അങ്ങനെ തിരിച്ച് വീണ്ടും പോയി റെസ്റ്റോറൻറ്റ് തിരഞ്ഞുള്ള യാത്ര തന്നെ. അവസാനം മസാലയൊക്കെ എപ്പോഴും കയറണമാണ്. എന്നിട്ട് ഇവിടെ കയറി. എന്താണ് ഫുഡ്, എന്താപ്പം അതിൻ്റെ പേര്, എന്തായിക്കോട്ടെ. അവിടെ ഫ്രഷ് മീനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് മീനാണോ ആവശ്യപ്പെടുന്നത് അത് അപ്പോൾ ഗ്രില്ല് ചെയ്തിട്ട് തരും. അല്ലെങ്കിൽ തവ ഫ്രൈ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വെറും ഫ്രൈ ആണെങ്കിൽ അങ്ങനെ. എന്തായാലും ഞങ്ങൾ അകത്ത് കയറി. പിന്നെ തൊട്ടടുത്തൊക്കെ റെസ്റ്റോറൻറ്റ് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾ റോഡൊക്കെ താഴത്തുനിന്ന് കാണുന്ന ഭാഗത്ത് തന്നെ ഇരുന്നത്. മേലെ ഞങ്ങൾ അങ്ങനെ ഇരുന്നു. മസാലയുടെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റ്. നല്ല ഭംഗി, ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. മെനു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇയാൾ വന്നിട്ട് ഫുഡൊക്കെ ഓർഡർ എടുത്ത് പോയി. ഞങ്ങൾ ആദ്യം പറഞ്ഞത് സ്റ്റാർട്ടറായിട്ട് മട്ടൻ്റെ സൂപ്പാണ്. ഇതിൻ്റെ പടച്ചോനെ ഒന്നും പറയാനില്ല. ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കുടുങ്ങിക്കുകയാണ്. ഇത് കഴിയണേ ഇല്ല, എത്രങ്ങാനും ആണെന്നോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞാനും മനും കുരുമുളക് ഇട്ടത് അധികമായി, ഭയങ്കര എരിവ്. എന്തായാലും ഞാൻ കുറച്ചവിടെ മതിയാക്കി വെച്ചു. മനു ഫിനിഷാക്കി. ഇയാളിങ്ങനെ വരുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും മനു നമ്മളുടെ ഫുഡ് വരുന്നുണ്ട് നല്ല. അയാൾ അപ്പുറത്തൊക്കെ കൊടുക്കണത്. ഇവിടെ നോക്കിയാൽ മസാല ഇങ്ങനെ കാണാം, അതിൻ്റെ അപ്പുറത്ത് ചില്ലീസ് ഉണ്ട്, അത് കാണാം. ഇവരുടെ രണ്ടിൻ്റെയും നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റ്. എന്തായാലും മനു ഫിനിഷാക്കി മട്ടൻ സൂപ്പ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ഫുഡ് വന്നിട്ടോ. ഒന്നൊന്നര ഫുഡായിരുന്നു. ഞാൻ പറഞ്ഞു മനു നമ്മളുടെ ഫോണൊക്കെ ഇവിടെ വെക്കേണ്ടി വരും, പണയം വെക്കേണ്ടി വരുമെന്ന്. ഒന്ന് മനുവിൻ്റെ വകയാണ് ട്രീറ്റ് ചെയ്യും. മനുവാണ് ഇന്ന് ട്രീറ്റ് ചെയ്യണത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. പായസം, കട്ടത്തൈരും സാമ്പാറും. മതി പറയുന്നുണ്ട് മനു. കാരണം അങ്ങനെയാണ് ആ സൂപ്പ് കുടിച്ചത്. അത്രയാണ്. ഇനി ഇതൊക്കെ പോവോ നല്ലാഹോ അല്ലോ. എന്നാലും ഞങ്ങൾ തുടങ്ങി. ഫിഷ് തവ ഫ്രൈ വന്നു. അതൊരു 5 ആൾക്ക് കഴിക്കേണ്ടതുണ്ട്. ഞങ്ങൾ രണ്ടാളും ഒറ്റക്കാണ്. എന്തായാലും നോക്കാം, നമുക്ക് ശ്രമിക്കാം. മനു ഇടയ്ക്കിടയ്ക്ക് പതുക്കെ തന്നെ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോയിൽ എടുക്കുന്നുണ്ടോ മനുവിനെന്ന്. മനു അറിയാതെയാണ് ഞാനിതിങ്ങനെ എടുക്കണത്. ഇതൊക്കെ ദഹനം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഓരോ മിൻറ്റ് ലൈമും കൂടി ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിപ്പീര് തുടങ്ങി. ഞാനറിയാതെ മനു ഇനി എടുത്തിക്കണം. ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതിയാണ് ഞങ്ങളുടെ കഴിപ്പ് കഴിഞ്ഞപ്പോൾ. കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് മനുവിന് ശ്വാസം കിട്ടണില്ല, എനിക്ക് അവിടെ നിന്ന് നീക്കാനും പറ്റണില്ല. ഇനിയിപ്പോൾ ഇതും കൂടി ഫിനിഷാക്കണ്ടേ. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോഴേ മനു കാറിലുണ്ട്, കഴിഞ്ഞിരിക്കണു. അതും കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അങ്ങനെ വാവാസ് മാളിൽ ഞാൻ പെരിന്തൽമണ്ണ വന്നു എന്നല്ലാണ്ട് ഞാൻ വാവാസ് മാളിലൊന്നും കയറിയിട്ടില്ല. അവിടെ നമ്മളങ്ങനെ ജൂമിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഇതിൽ കയറിയപ്പോൾ അത്യാവശ്യമുള്ള തിരക്ക്, വലിയ തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. മനു മുന്നിൽ ഓടുന്നുണ്ട്.
മനു എന്തൊക്കെ എടുക്കുന്നോ കൊട്ടയും വട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. മനുവിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പതുക്കെ അങ്ങോട്ട് പോവുകയാണ്. മനു എന്തൊക്കെയാണ് അതിൽ കുത്തി നിറക്കണേന്ന് അറിയില്ല. ട്രീറ്റ് വേണ്ടതാണെങ്കിലും ഇതിൻ്റെ ബില്ല് ഞാനാ കൊടുക്കേണ്ടത്. ആരിഫാണെങ്കിൽ പൈസ ഇട്ടുന്നിട്ടുമില്ല. എന്തായാലും അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് എല്ലാ സംഭവം ഉണ്ട് അവിടെ, എല്ലാതും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബില്ല് പേ ചെയ്യുന്ന അവിടെയും കുറച്ച് തിരക്കുണ്ട്. ഞങ്ങൾ ഇറങ്ങിയിട്ടു. മനു ഇറങ്ങി ഓടുകയാണ്. എന്തിനെന്നറിയില്ല മനു ഇറങ്ങി ഓടുന്നത്. അതോ ഒന്ന് വാമാവാനാണെന്നാവോ, ശ്വാസം കിട്ടുന്നില്ല അമ്മ എന്നറിഞ്ഞിരുന്നു ഫുഡ് കഴിച്ചിട്ട്. ഞങ്ങളവിടുന്ന് നേരെ നാട്ടിലേക്ക് പോണത്. പക്ഷെ ഇവിടെയൊക്കെ നല്ല വെയിലാണ്. ഇത് മനുവിൻ്റെ ഒരു കൂട്ടുകാരനാണ്, അവനെ പിക്ക് ചെയ്ത് കുറച്ച് അപ്പുറത്ത് അവനെ ഇറക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മനു എനിക്ക് ഉറക്കം വരുന്നുണ്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞ് എന്നെ വിളിക്കണം കേട്ടോ എന്ന്. ഞാനേ ഒന്നങ്ങോട്ട് മയങ്ങാൻ പോവാണേ. മനു ഇടയ്ക്ക് എന്തൊക്കെയോ കോമഡി പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എൻ്റെ ഉറക്കം പോണു മനുവിൻ്റെ കോമഡി കേട്ടിട്ട്. ഇവിടെയൊക്കെ നല്ല വെയിലാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴും മഴയുടെ ഒരു മൂടൽ ഇങ്ങനെ വരാൻ തുടങ്ങിട്ടോ. അതാ പെയ്തു. നല്ല മഴയാണ്, ഒന്നും പറയാനില്ല. നല്ല മഴ പറഞ്ഞാൽ നല്ല മൂടിയിട്ട് നല്ല മഴയാണ്. മനുവിനോട് ഞാൻ പറഞ്ഞു, ഒരു ചായ കണ്ടാൽ നിർത്തണേ മനുവെന്ന്. ഉറങ്ങി നീച്ചപ്പോഴത്തേക്കും ഇവിടെ മണ്ണാർക്കാട് എത്തി. ഭയങ്കര ക്ഷീണം. ഫുഡ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല മക്കളെ. എന്താ ഇത്, ഇവിടെ നല്ല മഴ, ചിലത്ത് മഴയില്ല, അങ്ങനെയൊക്കെ. മനു വരുന്നുണ്ട്. എന്താ വേണ്ടത് ചിക്കാനേക്കാൾ ചായക്ക് കടി. ചായ പറഞ്ഞില്ലേ മനുവിനോട്. എന്താ കടി? പക്കോട മീൻസ് പക്കോട എന്ന് വെച്ചാൽ നല്ല ചായ. മനു വരുന്നുണ്ട് പക്കവടയും കൊണ്ട് കേട്ടോ. ഞാൻ പക്കവട വിചാരിച്ചപ്പോൾ ഉള്ളിവടക്ക് പല ഇതും പറയുമല്ലോ, പല പേരും പറയുമല്ലോ, അതാ വിചാരിച്ചു. പക്ഷേ അതല്ല, ചൂടുള്ള ചിക്കൻ പക്കോടയാണ്, നല്ല ടേസ്റ്റ്. മിസ്റ്റർ ചായ എന്നാണ് ഞങ്ങൾ ചായ കുടിച്ചത് കേട്ടോ, അടിപൊളിയായിരുന്നു. അതും കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. എൻ്റെ പടച്ച റബ്ബേ, എന്താ ഒരു ബ്ലോക്ക്! ഇതിന്ന് എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടും? എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.